ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യാണെങ്കിൽ രാവിലെ തന്നെ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുക. ദേ ധർമ്മേട്ട, പോയി ഒരു കരിക്ക് മേടിച്ചുകൊണ്ട് വാ. കരിക്കോ? ഇവിടെ ഇപ്പോൾ ആർക്കാ കരിക്ക് കുടിക്കാനുള്ളത്? ദേവിക്കാണോ എന്നിങ്ങനെ ചോദിക്കുക. ദേവിക്കൊന്നും അല്ല, എനിക്കാ. സുകന്യെ, ഇന്ന് നമ്മളെല്ലാവരും വ്രതമല്ലേ, ഇന്നിപ്പോൾ ജലപാനം കഴിക്കാൻ പാടില്ല. അത് സാരമില്ല, കരിക്കിലെ ജലം കളഞ്ഞിട്ട് ഞാൻ അതിനുള്ളിലെ കഴിച്ചോളാം എന്ന് പറയാ. ദേ, നിനക്ക് വ്രതം എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇന്നലെ രാത്രി നീ എന്തിനാ ഇതൊക്കെ ഏക്കാൻ പോയത്? നിനക്ക് ആഹാരം ഒഴിവാക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഏക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇനിയിപ്പം നീ ചെയ്തോളാന്ന് പറഞ്ഞ സ്ഥിതിക്ക് മര്യാദയ്ക്ക് നീ വ്രതം എടുത്തേ തീരൂ എന്ന് പറയൂട്ടോ. അല്ല, ഈ കുടുംബത്തിലെ എല്ലാവരും ഒറ്റ മനസ്സോടെ ഒരു കാര്യം ചെയ്യുമല്ലേ, അപ്പം നീയായിട്ട് മാറി നിൽക്കാനും പാടില്ല. നിന്നെ ആരും നിർബന്ധിച്ചതൊന്നും അല്ലല്ലോ എന്ന് ധർമ്മം ചോദിക്കുക. ഇതെനിക്ക് പറ്റില്ല, ഇന്ന് മുഴുവനും പട്ടിണി ഇങ്ങനെ കിടക്കാനൊന്നും. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയേ തീരൂ എന്ന് പറയാം. അപ്പം ധർമ്മം പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സുകന്യെ, ഞാനും ഇന്ന് വ്രതവാ. എന്തായാലും നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇതൊക്കെ ഏറ്റെടുക്കാൻ പോയതെന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സുകന്യ മനസ്സിൽ പറയും, അല്ല എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കൃഷ്ണമംഗലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡ് അടിക്കാലോ, ആരും അറിയത്തുമില്ല. രാജശ്രീ ചേച്ചി എനിക്ക് വേണ്ടത് ഉണ്ടാക്കി തരികയും ചെയ്യും. എന്താ സുകന്യ നീ ആലോചിക്കുന്നേ? അതൊന്നുമില്ല ധർമ്മേട്ട എന്ന് പറയും. അല്ല, ധർമ്മേട്ടൻ പറഞ്ഞതാ ശരി. എന്തായാലും ഞാൻ വ്രതം എടുത്തു. ഇനി 100% ഡെഡിക്കേഷനോടെ ആ വ്രതം പൂർത്തിയാക്കണം. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. നല്ല കാര്യം എന്ന് ധർമ്മം പറയും. അല്ല, ഈ വ്രതമൊന്നും എടുത്ത് എനിക്ക് ശീലമില്ല. ആഹാരവും വെള്ളമൊന്നും ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞു കൊടുക്കുക എന്നുള്ളത് എനിക്ക് നല്ല കഷ്ടപ്പാടായിരിക്കും. പക്ഷേ എൻ്റെ ധർമ്മേട്ടന് വേണ്ടി ഞാൻ ആ കഷ്ടപ്പാട് സഹിക്കും. അത് കേൾക്കുമ്പോൾ ധർമ്മനങ്ങ് സന്തോഷം വരിക. ഏട്ടനിപ്പോൾ സന്തോഷമായോ എന്ന് ചോദിക്കും. പിന്നെ തീർച്ചയായും എന്ന് ധർമ്മം പറയും കേട്ടോ. എന്നാൽ ശരി എന്നും പറഞ്ഞ് ധർമ്മൻ്റെ അടുത്തേക്ക് ഇരിക്കും. അപ്പോൾ ധർമ്മം പറയും, വ്രതവാ, നീങ്ങിയിരിക്കുക എന്ന് പറയും. സോറി എന്നപ്പോൾ സുകന്യ പറയേ, അല്ല അഗ്നിപൂജ നാളെ കഴിയുമല്ലോ, പിന്നെ നമുക്ക് ഈ പ്രശ്നം അല്ലല്ലോ ഈ വ്രതമൊന്നും എന്ന് സുകന്യ പറയേ. എന്നിട്ടങ്ങ് ചിരിച്ചുകൊണ്ട് പോവുക. അത് കേൾക്കുമ്പോൾ ധർമ്മൻ അങ്ങ് സന്തോഷമാവുക. സുകന്യക്ക് നല്ല മാറ്റമുണ്ട് എന്ന് ധർമ്മന് മനസ്സിൽ പറയണേ. എന്നിട്ട് പെട്ടെന്ന് തന്നെ രാജശ്രീനെ സുകന്യ ഫോൺ വിളിക്കുക. എന്താ സുകന്യ ഈ സമയത്ത് ഒരു ഫോൺ വിളി? എൻ്റെ ചേച്ചി, എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ, എനിക്ക് തല കറങ്ങോ ചേച്ചി. ഈ നശിച്ച അഗ്നിപൂജ കഴിയാതെ ഇവിടുന്ന് പച്ചവെള്ളം എനിക്ക് കിട്ടില്ല. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോൾ രാജശ്രീക്ക് ചിരി വരും. ചേച്ചി, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊണ്ടുവന്ന് തരാമോ? എങ്ങനെയെങ്കിലും ഞാനൊന്ന് നോക്കട്ടെ, നീ ഒന്ന് അടങ്ങ്. നോക്കിയാൽ പോരാ, എനിക്ക് തിന്നാൻ എന്തെങ്കിലും കട്ടിക്ക് കൊണ്ടുവന്നേ പറ്റൂ. ശരി ശരി, നീ ഒന്ന് സമാധാനപ്പെട്, ഞാനേ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. നീ സമാധാനമായിട്ടിരിക്കുക, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രാജശ്രീ ഫോൺ കട്ട് ചെയ്യും. രാജശ്രീക്കാണെങ്കിൽ ചിരി വരും കേട്ടോ സുകന്യയുടെ കാര്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. അതേസമയം നമ്മുടെ ഗോമതി ആണെങ്കിൽ അടുക്കളയിൽ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. ഗോമതിക്കും നല്ല ടെൻഷനൊക്കെ ഉണ്ട്. അന്നേരത്തേക്കും തല കറങ്ങുന്നതിലൊക്കെ തോന്നുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേവി അങ്ങോട്ട് വരിക. എന്നിട്ട് പറയും, അമ്മ ഇങ്ങ് മാറി നിന്നേ, ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അടുപ്പി വെച്ചിരിക്കുന്ന സാധനം ദേവി എടുക്കാനായിട്ട് തുടങ്ങും. എൻ്റെ പൊന്നുമോളെ വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാം. അമ്മ ഇങ്ങ് മാറി നിന്നേ എന്ന് പറയും. അപ്പം ദേവി അതെടുത്ത് പൊക്കി വെക്കും. അമ്മ എന്ന് പറയുന്ന കേക്ക് അമ്മയ്ക്ക് നന്നായിട്ട് തല കറങ്ങുന്നുണ്ട്. എൻ്റെ പൊന്നുമോളെ, നീ അത് എന്തിനാ എടുക്കാൻ പോയേ? അത് നല്ല തിളച്ച വെള്ളമാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഞാനിപ്പം വന്നില്ലായിരുന്നെങ്കിലേ കാണായിരുന്നു, ഇപ്പം വീണേനെ അമ്മ എന്ന് പറയും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഊവേ, ആരാ പറഞ്ഞേ? അമ്മയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എൻ്റെ ദേവി, എനിക്ക് ഒരു പ്രശ്നവും. ആരാ അങ്ങനെ പറഞ്ഞേ? ദേ അവിടെ പോയി ഇരുന്നേ. എൻ്റെ ദേവി, എനിക്കൊരു കുഴപ്പമില്ല. അമ്മ അവിടെ പോയി ഇന്ന് ഇരുന്നേ അമ്മേ എന്ന് ദേവി പറയും. ഇരിക്കില്ല അല്ലേ, ഇപ്പം ശരിയാക്കി തരാം. മീനു, മിത്രേ എന്നും പറഞ്ഞ് ദേവി അവരെയൊക്കെ വിളിക്കും. എന്തിനാ നീ അവരെയൊക്കെ വിളിക്കുന്നേ? അവരോട് വരട്ടെ, അവർ പറഞ്ഞാൽ അമ്മ കേൾക്കുമല്ലോ. ദേവി, നീ പറഞ്ഞാലും ഞാൻ കേൾക്കും. എങ്കിൽ മര്യാദയ്ക്ക് ജോലിയൊന്നും ചെയ്യാതെ അമ്മയുടെ പാട് നോക്കിയിരുന്നേ. എന്തൊക്കെയാ ദേവി നീ പറയുന്നേ? നിനക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കണ്ടേ? അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, അതൊന്നും വേണ്ട. നീ അവിടെ എല്ലാം പോയി ഒന്ന് ഇരുന്നാൽ മതി, നിനക്കുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കി തന്നോളാം. ഈ അമ്മ എന്താ പറഞ്ഞ കേൾക്കാത്തേ എന്ന് ദേവി പറയാം. അപ്പോഴത്തേനും മീനു മിത്രയും അങ്ങോട്ട് വരും. എന്താ എടുത്തി, എന്താ വിളിച്ചത്? മീനു, നീ അമ്മയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ഒരു വ്യത്യാസമില്ലേ, നോക്കട്ടെ എന്നും പറഞ്ഞ് മീനു ആണെങ്കിൽ മുഖം തിരിച്ചു നോക്കുവേ. വിളർച്ചയുണ്ട്,
ഇത് കണ്ടോ, കാണിച്ചിരിക്കുന്ന പരിപാടി കണ്ടോ, നിങ്ങൾ മൂന്നുപേരും അങ്ങോട്ടൊന്ന് പോയേ. അപ്പച്ചി ഇത് കളിതമാശയല്ല കേട്ടോ, അപ്പച്ചി ഇന്നത്തെ ദിവസം വെള്ളം കുടിച്ചിട്ടില്ല, ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകും എന്ന് മിത്ര പറയും. ഹൈഡ്രജനോ, അതെന്താ സാധനമാ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നേ എന്നപ്പോൾ പെട്ടെന്ന് ഗോമതി ചോദിക്കും. എൻ്റെ അപ്പച്ചി, ഹൈഡ്രജൻ അല്ല, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ജലാംശം ഇല്ലാതാകുന്ന അവസ്ഥ, മനസ്സിലായോ? ഓ, അതൊന്നും ഈ ഗോമതിക്ക് കുഴപ്പമില്ല എന്നപ്പോൾ ഗോമതി പറയേ, പിന്നെ കുഴപ്പമില്ല, ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നറിയോ എൻ്റെ മീനു പോയിരിക്കാനായിട്ട്, പക്ഷെ പറഞ്ഞ കേൾക്കുന്നില്ല, നിങ്ങളൊന്ന് അമ്മയെ പിടിച്ചേ. എന്നിട്ട് അവർ 3 പേരും കൂടി ഗോമതിയെ കൊണ്ടൊരു കസേരയിൽ ഇരുത്തുവാണേ. ദേ ഇവിടെ ഇരുന്നോണം എന്ന് മിത്ര പറയാം. ഞാനിവിടെ ഇരുന്ന ദേവിക്കുള്ള ഭക്ഷണം ആരുണ്ടാക്കും? അപ്പം മീന പറയും, അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, മൂത്ത മോളുടെ സ്നേഹമുള്ളതൊക്കെ നല്ലതാ, പക്ഷെ ഈ മോള് ഞങ്ങളുടെ ചേച്ചിയും കൂടിയാ, അക്കാര്യം മറക്കരുത്. ഞങ്ങളുടെ ചേച്ചിക്കുള്ള ആഹാരമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം, അതിന് ഞങ്ങൾക്കതൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം, അമ്മ ഉണ്ടാക്കിയില്ലേലും ഞങ്ങൾ ഉണ്ടാക്കും. ഓ, ചേച്ചിയോടുള്ള അനിത്യന്മാരുടെ സ്നേഹം കണ്ടില്ലേ എന്ന് ഗോമതി അപ്പം പറയേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേവി വളരെ ഇമോഷണലായിട്ട് പറയേ, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എൻ്റെ അമ്മയുടെയും എൻ്റെ അനിയത്തിമാരുടെ സ്നേഹം മാത്രം നഷ്ടപ്പെടരുതെന്നേ ഞാൻ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് പറയേ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, അതെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ, ഞങ്ങളുടെ സ്നേഹം ഏടത്തേക്ക് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്, ഏടത്തി എന്താ ഈ പറയുന്നത് എന്ന് മീനു അപ്പം ചോദിക്കും കേട്ടോ. ഞങ്ങൾക്ക് എന്നും ഏടത്തോട് ഈ സ്നേഹം ഉണ്ടായിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ ദേവീനെ മീനു ചേർത്ത് നിർത്തുവേ. അപ്പം എല്ലാവരുടെ സ്നേഹം കാണുമ്പോൾ ഗോമതിക്ക് സന്തോഷം വരും കേട്ടോ. ഗോമതി പറയും, ഇനിയിപ്പം ഞാൻ ജോലി ചെയ്തോളാം, എൻ്റെ ക്ഷീണമൊക്കെ മാറി, അമ്മ അവിടെ അടങ്ങാതെ ഇരിക്കുക. ദേ മീനു പറയും, ഏടത്തിക്കുള്ള ആഹാരമേ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. അപ്പം മിത്ര പറയും, ഏടത്തിക്ക് മാത്രമല്ല എനിക്കും ഫുഡ് വേണം, എനിക്ക് വ്രതമൊന്നും ഇല്ലല്ലോ, ഞാൻ ഏടത്തെ നോക്കാൻ ഇവിടെ നിൽക്കുമല്ലേ. ദേ കേട്ടല്ലോ, മിത്രയ്ക്കും വ്രതമില്ല, അപ്പം അവൾക്കും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ 2 പേരോട് ഫുഡ് ഉണ്ടാക്കിക്കോളാം. അപ്പം ദേവി പറയും, ഞാനും ഇല്ല, അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നോ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അപ്പം മിത്ര പറയും, 2 പേരും എന്തേലൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, മീനു ചേച്ചി നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ, എന്നാൽ തുടങ്ങാം മോളെ ദിനേശ എന്നും പറഞ്ഞ് മീനും മിത്രയും കൂടി അടുക്കളയിലല്ലോ ഓരോ പരിപാടിയൊക്കെ അത് നോക്കിക്കൊണ്ട് ദേവിയും ഗോമതിയും കൂടി ഇരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരിക്കുക. അതേസമയം സുകന്യ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുക. ഹോ, എൻ്റെ ഈശ്വര, വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യ, ഞാനിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും തല കറങ്ങി വീഴും, ഏത് നേരത്താണോ ഇവരുടെ കൂടെ വ്രതം എടുക്കാന്നൊക്കെ ഞാൻ ഏക്കാൻ പോയത്, മര്യാദയ്ക്ക് ആ ദേവീനെ നോക്കി ഈ വീട്ടിലെങ്ങാനും ഇരിക്കുമായിരുന്നു, ഇപ്പം മൂക്കുമുട്ടെ ആഹാരം കഴിച്ചിരിക്കുമായിരുന്നു. ഈ രാജശ്രീ ചേച്ചി എന്താ എന്നെ ഇതുവരെ വിളിക്കാതെ, ചേച്ചിയുടെ ഫോണിൽ എന്താ റേഞ്ച് ഇല്ലേ, ഓ എത്ര നേരമായി, കുറച്ച് ആഹാരം കൊണ്ട് തരാൻ ഇതുപോലെ സമയം എടുക്കുമോ എന്നൊക്കെ പറയാം. എൻ്റെ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും, വിശന്നിട്ട് വയ്യ, വയറ് കാളുവാണല്ലോ, എന്തൊക്കെ എന്നൊക്കെയാണോ, ഏത് നേരത്താണോ ഇവിടേക്ക് വരാൻ തോന്നി എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് രാജശ്രീ വിളിക്കുക. അത് കാണുമ്പോഴത്തേക്കും സമാധാനമാവട്ടെ സുകന്യയ്ക്ക്. എന്ത് ചേച്ചി, എന്തായി, എനിക്കുള്ള ആഹാരം എന്ത്, എങ്ങനെയും ഒന്ന് എത്തിച്ച് താ എന്ന് പറയട്ടോ. ആ അത് പറയാനാണ് ഞാൻ വിളിച്ചേ, നിനക്കുള്ള ഫുഡേ ഞാൻ മതിലിൻ്റെ മണ്ടേ വെച്ചിട്ടുണ്ട്. ഓ ആണോ, ആരും കാണാതെ നീ അതെടുത്ത് നിന്റെ റൂമിലിരുന്ന് കഴിക്കണം, ആരും കാണരുത്. പിന്നെ പൂജ കഴിഞ്ഞ് മറ്റന്നാൾ നീ ഇങ്ങോട്ട് വരുമ്പോൾ ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, മനസ്സിലായോ പറഞ്ഞേ? എടി വേഗം പോയി എടുക്ക്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. താങ്ക് യു സോ മച്ച് ചേച്ചി എന്ന് പറഞ്ഞ് സുകന്യാണെങ്കിൽ രാജശ്രീ കൊണ്ടുവച്ച് ആഹാരം എടുക്കാനായിട്ട് മതിലിൻ്റെ അടുത്തേക്ക് പോവുകയാണെ. പമ്മി പോവുക. ഓ, രാജശ്രീ ചേച്ചി ഇവിടെ അടുത്തുള്ളത് കൊണ്ട് മനുഷ്യന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുക. ഓ എൻ്റെ ഭഗവാനെ, എന്തായാലും ഈ ചേച്ചി എന്തോ ഹെവി ഡോസ് ഫുഡാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്, വലിയൊരു കാസറോളാണല്ലോ, അത് നിറച്ച് എന്തോ ആഹാരമുണ്ട്. എന്തായാലും വ്രതം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇരട്ടി തടിയാകും, ആരും കാണാതെ മുഴുവനും ഇരുന്ന് കഴിക്കണം, എന്നാലേ എൻ്റെ വിശപ്പൊന്ന് അടങ്ങൂ എന്നൊക്കെ സുകന്യ മനസ്സിൽ പറയുകയാണേ. എന്നിട്ട് പമ്മി മതിലിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. സുകന്യാണെങ്കിൽ എന്നിട്ട് പയ്യെ അവിടെ പോയി വീണ്ടും പമ്മി നോക്കുമ്പോൾ അവിടെ ആ കാസറോൾ കാണുന്നില്ല. ഷേ, ഇതെവിടെ പോയി, ഞാനിപ്പോൾ ഇത് കണ്ടിട്ടല്ലേ പയ്യെ പമ്മി വന്നത്, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതോ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാതെ ഓരോ തോന്നലുകൾ വന്നതാണോ? എൻ്റെ ഈശ്വര, ഉടൽ കരിയുന്നു, ഇതെവിടെ പോയി, ഈ പാത്രം എവിടെ, ഞാനിവിടെ കണ്ടതാണല്ലോ ഒരു ചുമന്ന കാസറോള്. അപ്പോൾ പെട്ടെന്ന് മീനും മിത്രയും കൂടി അവിടേക്ക് വരിക. എന്നിട്ട് ചോദിക്കും, അല്ല ചേച്ചി എന്താ തരുന്നേ? ഒന്നുമില്ല, ചുമ്മാ വ്രതമല്ലേ, ഓരോ ഈശ്വരദാനമായിട്ട് നടന്നതാ. ഓ അങ്ങനെയോ. അപ്പം മിത്രയാണെങ്കിൽ ആ കാസറോൾ എടുത്ത് മാറ്റി വെച്ചതാട്ടോ. മിത്ര അതെടുത്ത് കാണിക്കും. ഞങ്ങൾ കരുതി ദേ ഈ പാത്രം ഞാനും നോക്കുമായിരിക്കുമെന്ന്. ഇതെവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയേ? അതൊക്കെ കിട്ടി. എന്നിട്ട് ഓടി അടുത്തേക്ക് വരും. ഇതെവിടുന്നാ?
ഇതോ ഈ മതിലിൽ ഇരിക്കുന്ന കണ്ടു, ഞങ്ങളെടുത്ത് തുറന്നു നോക്കി. ഇതിനകത്ത് എന്താണെന്നറിയോ? എന്താ എന്നപ്പോൾ സുഗന്യ ചോദിക്കും. കൃഷ്ണമംഗലത്തുകാരെ നമ്മുടെ വ്രതം പൊളിക്കാൻ വേണ്ടി ചെയ്തതാ. അല്ല, നമ്മൾ പൂജയ്ക്ക് വേണ്ടി നിരാഹാരമാണെന്ന് അവരറിഞ്ഞു. അവർ വ്രതം പൊളിക്കണോ അവർക്ക്, അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. വ്രതം പൊളിച്ച പൂജയുടെ ശക്തി ഇല്ലാതാവൂലോ, അതാ അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇതാ ഈ പാത്രത്തിലെ ഒടുക്കത്തെ ഫുഡ് ഐറ്റംസ് എന്ന് മീനു പറയും. ചപ്പാത്തി എന്നൊക്കെ വിശലുണ്ടല്ലോ, ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, സോഫ്റ്റാ എന്ന് പറയൂട്ടോ മിത്ര. അയ്യോ, കൂട്ടിനെ നല്ല ബീഫ് റോസ്റ്റും തേങ്ങയ്ക്ക് അരച്ചിട്ട് ദേ നോക്കിയേ എന്നും പറഞ്ഞ് മിത്ര അത് തുറന്നു കാണിക്കും കേട്ടോ. അപ്പൊ ചക്കാത്തിയും ബീഫ് റോസ്റ്റും അതിനകത്ത് ഇരിക്കുക. അത് കാണുന്ന സുഗന്യക്കാണെങ്കിൽ വായിക്കൂടി വെള്ളം പോവും. ഇവളൊക്കെ കൂടി കൊതിപ്പിച്ച് എന്നെ മനുഷ്യനെ ഇപ്പൊ കൊല്ലും. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ദേ മീനു ചേച്ചി വ്രതത്തിനേക്കുള്ള സുഗന്യ ചേച്ചിയുടെ ആത്മാർത്ഥത കണ്ടോ? പേര് കേൾക്കാൻ പോലും താല്പര്യമില്ലെന്നേ, എന്തോ ഒരു ആത്മാർത്ഥതയാ. ഈ കുടുംബത്തെ സുഗന്യ ചേച്ചി വന്നത് എന്തുകൊണ്ട് നന്നായി. സുഗന്യ വീണ്ടും വീണ്ടും ആ ചപ്പാത്തിയിലേക്ക് നോക്കുക. അല്ല, ഈ കൃഷ്ണമംഗലത്തുകാർക്ക് എന്തുമാത്രം അഹങ്കാരം ഉണ്ടെന്ന് നോക്കണേ. എന്തു മീനു അപ്പൊ പറയേ. അപ്പൊ സുഗന്യ മനസ്സിൽ പറയും, ഈ ചേച്ചി എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? ഇവൾമാരുടെ ഒക്കെ കണ്ണി വന്ന് പെടുകയും ചെയ്തു. അല്ല മിത്രേ, നീ എന്താ ഈ പറയുന്നത്? ഈ വക കാര്യങ്ങളൊന്നും പറയരുത്. വ്രതത്തിൽ ഇരിക്കുമ്പോൾ ഇതൊന്നും കഴിക്കാൻ പോയിട്ട് ഇതിൻ്റെ ഒന്നും പേര് പറയാൻ പോലും പാടില്ല. മിത്രേ, നിനക്ക് വ്രതമില്ലെന്നും കരുതി നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പേര് പറഞ്ഞുകൂടാ. കേൾക്കുന്ന ഞങ്ങളെ അത് ബാധിക്കും എന്ന് പെട്ടെന്ന് സുഗന്യ പറയും കേട്ടോ. അപ്പൊ മീനു പറയും, ശരിയാ, അത് സുഗന്യേച്ചി പറഞ്ഞത് ശരിയാ. ഈ ബീഫ് ഫ്രൈ എന്നൊക്കെ നിനക്ക് എങ്ങനെ പറയാൻ തോന്നി മിത്രേ എന്ന് വീണ്ടും സുഗന്യ ചോദിക്കും. എന്തായാലും ഈ കൃഷ്ണമംഗലത്തുകാർ വല്ലാത്തൊരു ചതി തന്നെയാണ് കാണിച്ചത്. അതെ, അതൊക്കെ തന്നേക്കെ, ഞാൻ വേണമെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടാം. അല്ലെങ്കിലേ നിങ്ങൾ പ്രലോഭനത്തിൽ വീണു പോയാലോ? വേണ്ട ചേച്ചി, ഇനി ചേച്ചിങ്ങാനും പ്രലോഭനത്തിൽ വീണു പോയാലോ? അല്ല, ചേച്ചി നല്ല മനസ്സുറപ്പുള്ള ആരാ, പക്ഷേ പറയാൻ പറ്റില്ല. ഒടുക്കത്തെ മണവാ. എൻ്റെ പൊന്നോ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ല മീനു ചേച്ചി, എന്തായാലും ആഹാരമല്ലേ, നമുക്കിത് കളയാനും പാടില്ല. നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം, എന്നിട്ട് പൂജ കഴിഞ്ഞിട്ട് ചൂടാക്കി കഴിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പത്തേക്കും പെട്ടെന്ന് സുഗന്യ പറയും, എൻ്റെ കൺമുന്നിൽ ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടോ വെറുതെ എന്നും പറഞ്ഞ് സുഗന്യ അങ്ങോട്ട് പോവേ. മിത്രേ, കള്ളം കപ്പലിൽ തന്നെയാ എന്ന് മീനു അപ്പ പറയും. ഇതവർ സുഗന്യ ചേച്ചിക്ക് കൊണ്ടുവച്ചത് തന്നെയാ. എന്തായാലും നമ്മുടെ കണ്ണിൽ തന്നെ ഇത് കറക്റ്റായിട്ട് കണ്ടു, അതുകൊണ്ട് അവർ പിടികൂടി എന്നൊക്കെ പറയാം. അപ്പം സുഗന്യ മാറി നിന്നിട്ട് പറയും, ഏത് നേരത്താണോ ഈ വ്രതമൊക്കെ എടുക്കാൻ തോന്നിയത്? മനുഷ്യൻ എന്തിനാണോ ദൈവമേ ഈ വിശപ്പ് തന്നത്? വിശന്നിട്ട് എനിക്ക് വയ്യ, ഞാൻ ആരെങ്കിലും പിടിച്ചിപ്പോൾ തിന്നും എന്നൊക്കെ സുഗന്യ ഇങ്ങനെ പറയാനേട്ടോ. അതേസമയം നമ്മുടെ ആനന്ദാണെങ്കിൽ റൂമിൽ വന്ന് ദേവിയുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കുക. മതി ആനന്ദേട്ടാ, കാലിൻ്റെ വേദന ഇപ്പോൾ കുറവുണ്ടോ? ഇപ്പം നല്ല കുറവുണ്ട് എന്ന് ദേവി പറയും. കുറച്ച് കുറവുണ്ടെന്നല്ലേ ഉള്ളൂ, പൂർണ്ണമായിട്ട് മാറിയില്ലല്ലോ. അത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനത്തെ വേദനയൊക്കെ വരുന്നേ എൻ്റെ ആനന്ദേട്ടാ. അത് 7-8 മാസം ആകുമ്പോഴേ ഈ വക വേദന വരുന്നേ. തനിക്ക് 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പം ഈ കാലിന് വേദന വരേണ്ട ഒരു കാര്യവും. നാളെ നമുക്ക് അഗ്നിപൂജ കഴിഞ്ഞൊന്ന് സ്കാൻ ചെയ്യാൻ പോയാലോ? അല്ല, അതിന് 2 മാസം ആയിട്ട് സ്കാൻ ചെയ്താൽ മതി എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ആനന്ദേട്ടാ എന്ന് പെട്ടെന്ന് ദേവി ചോദിക്കുവേ. 2 അല്ല 3 മാസം വേണമെങ്കിൽ അതിനിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കാന്നാ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു ചെറിയ കാൽവേദനയ്ക്കാണോ ഇപ്പം സ്കാൻ ചെയ്യാൻ പോണേ എന്ന് ദേവി ചോദിക്കും. എൻ്റെ ആനന്ദേട്ടാ, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ആനന്ദേട്ടൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, വ്രതമല്ലേ, ആനന്ദേട്ടൻ കിടന്നോ. അയ്യോ, കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുത്തില്ലല്ലോ. വേണ്ട, ഇന്ന് കഥയൊന്നും വേണ്ട, ആനന്ദേട്ടൻ കിടക്ക്, നല്ല ക്ഷീണമുണ്ട് ആനന്ദേട്ടൻ്റെ മുഖത്ത്. ഇല്ലില്ല, കഥ കേൾക്കാൻ കുഞ്ഞ് കാത്തിരിക്കുമായിരിക്കും എന്ന് ആനന്ദ് പറയും. കഥയൊക്കെ നാളെ പൂജ കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അയ്യോ, അതുപോരാ, ഒരു ദിവസം പോലും ഈ ശീലം മുടക്കാൻ പാടില്ല. ശരി, ഇന്ന് എന്ത് കഥയാണ് പറയാൻ പോകുന്നേ എന്നപ്പോൾ ദേവി ചോദിക്കുവേ. അത് കഥയൊക്കെ തീർന്നല്ലേ? ഒരു കഥയുണ്ട്, തെന്നാലി രാമൻ്റെ കഥ പറയാം. എന്നാ ശരി, കഥ പറഞ്ഞോ. ആനന്ദ് ദേവിയോട് ചേർന്ന് കിടന്നിട്ട് കഥ പറയാനായിട്ട് തുടങ്ങും. ഇതുപോലൊരു രാത്രി ആഹാരമൊക്കെ കഴിച്ച് തെന്നാലി രാമൻ മുറ്റത്തൂടി ഉലാത്തുമായിരുന്നു. എന്നിട്ടോ അപ്പം ആനന്ദിന് ഉറക്കം വരിക. അപ്പം വാഴക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു അനക്കം കേട്ടു, ചെറിയൊരു അനക്കം. വാഴക്കൂട്ടങ്ങൾക്കിടയിൽ കള്ളന്മാരാണെന്ന് തെന്നാലി രാമന് മനസ്സിലായി. എന്നിട്ട് കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് തെന്നാലി രാമൻ ആലോചിച്ചു.
ആനന്ദിന് ഉറക്കം വന്ന് തൂങ്ങുവാണ് കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിനൊരു ഭയം തോന്നി. അദ്ദേഹം ഭാര്യയെ വിളിച്ചു. ഇത് കാണുമ്പോൾ ദേവിക്കാണ് ചിരി വരിക. എൻ്റെ പൊന്നാനന്ദേട്ട, കഥയൊന്നും പറയണ്ട, ആനന്ദേട്ടൻ ഉറങ്ങിക്കോ എന്ന് പറയുക. ആനന്ദേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, ഉറക്കം തൂങ്ങിയാ പറയുന്നേ. ഇങ്ങനെ പറഞ്ഞ് ആനന്ദ് അങ്ങ് ഉറങ്ങി വീഴുവാണേ. കഥക്കാരൻ ഉറങ്ങിയല്ലോ എന്ന് ദേവി അപ്പം മനസ്സിൽ പറയാം. അങ്ങനെ നമ്മുടെ ആനന്ദ് ഉറങ്ങിപ്പോട്ടോ. അത് കാണുമ്പം ദേവിക്ക് അങ്ങ് സങ്കടം വരും. പാവം എൻ്റെ ആനന്ദേട്ടൻ നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് ആനന്ദിൻ്റെ അടുത്ത് ചെന്ന് ശരിക്കും കിടത്തും. എന്നിട്ട് പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുക്കൂട്ടോ. എന്നിട്ട് തലയിൽ ഇങ്ങനെ പയ്യെ ഒന്ന് തലോടും. അതേസമയം ബാലനും കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം കോമതി അങ്ങോട്ട് ടെൻഷൻ അടിച്ച് കയറി വരിക. ബാലേട്ടാ, എന്താ കോമതി, നാളത്തെ കാര്യം എങ്ങനെയാ? രാവിലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചല്ലേ പോകണ്ടേ? അതെ, നമുക്ക് ഒരുമിച്ച് പോകാം. മിത്രയും ദേവി ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടി പോകാമെന്നാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ബാലേട്ട, ആര്യൻ അവൻ്റെ കാര്യം എങ്ങനെയാ? ആര്യനും വരുന്നുണ്ടല്ലോ പൂജയ്ക്ക്, ഞാൻ അവനോട് സംസാരിച്ചായിരുന്നല്ലോ. പക്ഷെ അവൻ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് ബാലേട്ടാ. അതവൻ എന്തോ കമ്പനിയിൽ അത്യാവശ്യം ഒഴിച്ചുകൂടാത്ത കാര്യം ഉള്ളതുകൊണ്ടല്ലേ അവൻ അവിടുന്ന് നേരെ പോന്നോളാന്ന് പറഞ്ഞല്ലോ. അത് ശരിയാകില്ല ബാലേട്ടാ, എനിക്കെന്തോ പേടിയാ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളില്ലാതെ എനിക്ക് പേടിയാ ബാലേട്ടാ. അവനോട് ബാലേട്ടൻ പറ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. എൻ്റെ ഗോമതി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അവര് ജോലിക്കാരുമല്ലേ, അവൻ അങ്ങനെ പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവനങ്ങ് വന്നോളും എന്ന് പറയാം. ബാലേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചുമ്മാ ചോദിക്കുന്ന ബാലേട്ടൻ ആ രീതിയിൽ എടുക്കാവുള്ളൂ. എന്താ കോമതി? പെട്ടെന്നൊരു ദിവസം ബാലേട്ടനെ തനിച്ചാക്കി ഞാൻ അങ്ങ് പോയാൽ ബാലേട്ടൻ എന്ത് ചെയ്യും? പെട്ടെന്ന് കോമതിയുടെ ബാലം പൊത്തിപ്പിടിക്കും. ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് കരയും. എനിക്ക് നീയില്ലാതെ ഞാൻ എങ്ങനെയാ അതൊക്കെ അതിജീവിക്കുക? എനിക്കതിനൊരിക്കലും കഴിയില്ല. നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നീ ഇങ്ങനെയൊന്നും വെറുതെ പോലും പറയരുത് കോമതി. ഈ ലോകത്ത് നീയല്ലാതെ എനിക്ക് ആരുമില്ല. നിന്നിൽ നിന്നുണ്ടായ ബന്ധങ്ങളെ എനിക്കുള്ളൂ. നീ വെറുതെ പോലും ഇങ്ങനെ പറയരുത്. ഈ കുടുംബത്തിൻ്റെ അത്താണി നീയാ. നീയില്ലാതെ ഈ ബാലന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാലൻ കരയൂട്ടോ. അത് കാണുമ്പോൾ ഗോമതിക്ക് സങ്കടം വരും. ഞാൻ വെറുതെ ചോദിച്ചതാ ബാലേട്ടാ, നിന്റെ മനസ്സിലെ ടെൻഷൻ കാരണമാണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. നമുക്ക് അഗ്നിപൂജ ചെയ്യാം. ഈ കുടുംബത്തിലുണ്ടാകുന്ന സർവ്വദോഷങ്ങൾ മാറുന്നേ. നിനക്ക് വേണ്ടിയല്ലേ ഇതിനെല്ലാം ഞാൻ സമ്മതിച്ചത് എന്ന് ബാലൻ ഗോമതിയോട് പറയാട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.